ഇന്ന് 8 ജില്ലകൾക്ക് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? രോഹിണി, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് തന്നെ വിലയിരുത്താനായിട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. തുടരെയുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൂടി മുന്നിലെടുത്തുകൊണ്ടാണ് മഴ കുറച്ചുകൂടി തന്നെ കാര്യമായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 8 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 6 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 ജില്ലകളിൽ സംസ്ഥാനത്ത് നിന്ന് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്ത് തീവ്രമായിട്ടുള്ള മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള മഴപ്പാത്തി നിലനിൽക്കുന്നുണ്ട്. മഡാൻ ജൂലിയൻ ഓസിലേഷൻ എന്ന മഴപ്പാത്തിയാണ് ആഗോളതലമായിട്ട് നിലനിൽക്കുന്നത്. ഈ മഴപ്പാത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഒരു പക്ഷേ തീവ്രമായിട്ടുള്ള മഴ ലഭിക്കാൻ കാരണമാകുന്നു എന്ന് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ വേനൽ മഴ വൈകി ലഭിച്ചതും മൺസൂൺ നേരത്തെ എത്തിയതും അതിതീവ്ര മഴ ലഭിക്കാൻ ഒരു കാരണമായിട്ടുണ്ടെന്നൊരു വിലയിരുത്തലുമുണ്ട്. വടക്കൻ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി, കോട്ടയം ജില്ലകൾക്ക് ഏറ്റവും കുറവ് മഴയുമാണ് ലഭിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 3 കൂടി ആഗോള മഴപ്പാത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് വരുന്ന മാസങ്ങളിലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. 200.5 mm മുകളിലേക്ക് അല്ലെങ്കിൽ മില്ലിമീറ്ററിന് മുകളിലേക്ക് ലഭിക്കുന്ന മഴയാണ് അതിതീവ്ര മഴയായിട്ട് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വേലിയേറ്റം ഉൾപ്പെടെയുള്ള പ്രതിഭാസം കാരണം കടൽക്ഷോഭത്തിനും ഒക്കെ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ എന്തായാലും 8 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരും. കഴിഞ്ഞ ദിവസം വടക്കൻ ജില്ലകളിലൊക്കെ ഉൾപ്പെടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. IMD തിരുവനന്തപുരം, അതായത് സംസ്ഥാനത്തെ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിന് പുറമേ തന്നെ ഇന്ത്യ മൊത്തത്തിലുള്ള നൗകാസ്റ്റും ഇപ്പോൾ കണക്കിലെടുത്തുകൊണ്ടാണ് മഴ മുന്നറിയിപ്പുകൾ നൽകുന്നത്. നൗകാസ്റ്റ് വിലയിരുത്തിക്കൊണ്ട് അടുത്ത 3 മണിക്കൂർ ദിനാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ലഭിക്കാവുന്ന മഴയുടെ കണക്കും ഇപ്പോൾ എന്തായാലും നിലവിൽ കണക്കൂട്ടുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മൾ ആഗോളതലത്തിൽ എടുക്കുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ മേഘവിസ്ഫോടനം, അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയം തുടങ്ങിയവയൊക്കെ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ നൗകോസ്റ്റും കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത 3 മണിക്കൂർ ദിനാന്തരീക്ഷ വ്യവസ്ഥയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നത്.